ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ ആണല്ലേ. അവിടെ നഴ്സിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാം. നഴ്സിംഗ് മാത്രമാണോ? അല്ല, നിങ്ങൾക്ക് PG ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് PG ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവിടെ ജർമ്മനേക്കാൾ ഉപരി നിങ്ങൾക്ക് IELTS ഓവറോൾ 7 ബാൻഡ് സ്കോർ ആണ് വേണ്ടത്. ജർമ്മൻ വേണ്ടാന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. കാരണം നിങ്ങൾ ജർമ്മനിക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി ജർമ്മൻ അറിഞ്ഞിരിക്കണം നല്ലതായിരിക്കും. അതുകൊണ്ട് ബേസിക് A1 A2 എങ്കിലും കഴിഞ്ഞു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ആർക്കൊക്കെയാണ് പോകാൻ പറ്റുന്നത്? നിങ്ങൾ BTech, EEE, സിവില്, മെക്ക്, കെമിക്കൽ പോലെയുള്ളതായി എടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇനി അതല്ലെങ്കിൽ BSc ഫിസിക്സ്, ജിയോളജി, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇവർക്കെല്ലാം ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് PG ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ട ക്രൈറ്റീരിയ 70% കുറയാത്ത മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഇനി ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ രൂപ പോലും കൊടുക്കേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ഏകദേശം 30,000 to 40,000 സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്ത് പോയി PG ചെയ്യാൻ 30,000 to 40,000 അടയ്ക്കുന്നത് വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി വേണ്ടത് 11 lakhs ബ്ലോക്ക് ഫണ്ട് ആണ്. അത് നിങ്ങളുടെ 1 yearലേക്കുള്ള ലിവിങ് എക്സ്പെൻസ് കാണിക്കാനാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാം. ഇനി ഇതിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? 10ാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെയുള്ള മാർക്ക് ലിസ്റ്റും ട്രാൻസ്ക്രിപ്റ്റും, പാസ്പോർട്ടിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, CV. അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട് CVക്ക്. ആ ഫോർമാറ്റ് തന്നെ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.